മാഷേ ചായ ചായ കൊള്ളാമോ മാഷേ? കൊള്ളാം മാഷേ. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയാൻ മടിക്കണ്ട മാഷേ. ഞാൻ പോട്ടെ. പൊക്കോളൂട്ടോ. കണ്ണു വേണോന്ന് മുതലാളി പറഞ്ഞത് വെറുതെ അല്ല. മാഷ് മാഷ് വന്നിട്ട് കുറേ നേരമായോ? ഏയ് ഞാനിപ്പോ വന്നേ ഉള്ളൂ. എന്നാ നമുക്ക് മുറിയിലേക്ക് പോവാം. ഓ ഏത് ഭാഗത്തായിട്ടായിരിക്കും മുറി? ദാ അവിടെ. അവിടെയാ? നടന്നോളൂ നടന്നോളൂ. നടന്നോളൂ. ശല്യൊന്നും ഉണ്ടാവില്ല അവിടെ? എവിടെയാ? ദാ ഇവിടെ. ഓ ഓ തുടങ്ങാം. മാഷ് പൂച്ച കൊന്നിട്ടുണ്ടോ? ഇല്ല. പിന്നെന്താ കൈ ഇങ്ങനെ വിറയ്ക്കുന്നേ? എന്താണെന്ന് അറിയില്ല. മാഷ് ഡ്രിങ്ക്സ് കഴിക്കൂ? ഇല്ല. എന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, തലേദിവസം രാത്രി മദ്യപിച്ച് കിടക്കുന്നവർക്കേ പിറ്റേ ദിവസം രാവിലെ കൈ വിറയ്ക്കുന്ന അച്ഛൻ പറയുന്ന കേട്ടിട്ടുണ്ട്. സത്യം പറയാലോ കവിതേ, ഇത് പൂച്ചേനെ കൊന്നിട്ടും ഡ്രിങ്ക്സ് കഴിച്ചിട്ടൊന്നുള്ള പറയല്ല. ഒറ്റയ്ക്കൊരു മുറിയിൽ ഞാനും കുട്ടിയും മാത്രമായപ്പോ എന്റെ അടിത്തട്ടിന്ന് വന്നിട്ടുള്ളൊരു പറയാത്. നമുക്ക് എന്തെങ്കിലും കുറേശ്ശെ തുടങ്ങാം. എന്തെങ്കിലും തുടങ്ങാം. എന്താ ക്ലാസ് തുടങ്ങാന്ന് പറയാ. തസ്കരനല്ല ഞാൻ, തെമ്മാടിയല്ല ഞാൻ, ഗമ പദാനിസ മുഷ്കരനല്ല ഞാൻ, തശീലേ. ഇനി കൂട്ടറത്ത് എഴുതിക്കോളൂ. കൂട്ടറത്ത് എഴുതാൻ നല്ല സുഖാണേ. തസ്കരനല്ല ഞാൻ, തെമ്മാടിയല്ല ഞാൻ, മുഷ്കരനല്ല ഞാൻ, മുക്തശീലേ. മുക്തശീല മുക്ത എന്ന് വെച്ചാ നല്ലതെന്ന് അർത്ഥം. ശീല, മുക്തശീല എന്ന് വെച്ചാ ഷർട്ടിന്റെ തുണിയാവാം, അല്ലെങ്കിൽ തുണി തന്നെ. നല്ല തുണി. നല്ല തുണി. അയ്യോ, എന്തിനാ കഥ കളിച്ചത്? കുട്ടി പറഞ്ഞോണ്ടാ?